ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും മെസ്സേജും എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഫുൾ മൂൺ ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ വിഷ് എന്താണോ അത് ഏതെങ്കിലും ഒരു വിഷ് നിങ്ങൾ ഉറപ്പായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഉറപ്പായിട്ട് ആ ഒരു വിഷ് അഫർമേഷൻസ് ആയിട്ട് ഇന്നത്തെ ദിവസം ഫുള്ളാக നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണോ നിങ്ങളുടെ വിഷ് അത് ഉറപ്പായിട്ടും സാധ്യമാകുന്നതാണ്. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്നും കൂടെ പറയാൻ മറക്കരുത്. ഒത്തിരി ആൾക്കാർ നോ കോൺടാക്ട് സിറ്റുവേഷനിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലുമാണ്. അവർ അവരുടെ ആ ഒരു പ്രതീക്ഷയെല്ലാം വിട്ടുകളഞ്ഞു. ഇനി എനിക്ക് എപ്പോഴാണ് എൻ്റെ പേഴ്സണുമായിട്ട് ഒന്നാവാൻ സാധിക്കുക, ഇനി ഒന്നാവാൻ സാധിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ആവശ്യമില്ലാതെ കോൾ ചെയ്യരുത്, എന്നെ ചുമ്മാ ആവശ്യമില്ലാതെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങളിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു അകലം പാലിച്ച് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു മൂവ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോൺടാക്ട് സിറ്റുവേഷൻ, നിങ്ങൾ ഇനി അവരെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളവർക്ക് ഒരു മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടും, അല്ല എങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ലഭിക്കും. കൂടാതെ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ സഡൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്രയും നാൾ ഇവർ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് സഡൻ ആയിട്ട് ഇവർ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും സംഭവിക്കട്ടെ, ഞാനിങ്ങനെ ഒരു വഴിയിലൂടെ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ എനർജിയിൽ കൂടെ പോകാമെന്ന്. പക്ഷെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഇവർക്ക് തോന്നി, ഇല്ല എനിക്ക് എൻ്റെ പേഴ്സണിന് വേണ്ടി ആക്ഷൻ എടുത്തേ പറ്റൂ, സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത്, നമുക്ക് എന്ത് വിഷുണ്ടെങ്കിലും അത് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം, അല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടി ഒന്നും കൊണ്ടുവരത്തില്ല, നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ഇതിലെത്തി ഇവർ. ഇവിടെ ഇവർ ഏത് രീതിയിലായാലും വിജയം കൈവരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്തില്ലെങ്കിൽ വേറെ ആരും നമ്മുടെ കർമ്മം ചെയ്യത്തില്ല. അതിനുവേണ്ടി ഇവർ ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഇവരുടെ ഫാമിലിയോട് വഴക്കിടാൻ ഇവർക്ക് തയ്യാറാണ്. കാരണം ഇവർക്ക് ഇവരുടെ സന്തോഷമാണ് വലുത്. കറണ്ട് എനർജി നോക്കുമ്പോൾ ഇവരുടെ ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇവരുടെ സ്വന്തക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ ഫാമിലിയുടെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഇവർക്ക് എന്തോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കാരണമാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ അകലം ഉണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടിയോ ഫാമിലി ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. ഇവർക്ക് എന്തോ ഒരു ജോലി സ്വന്തമാക്കണം, അത് കഴിഞ്ഞിട്ടേ നിങ്ങളെ മാരേജ് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇവർ ഉള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ സഡൻ ആയിട്ട് നിങ്ങളോട് പറയുന്നതാണ്, അതായത് എൻ്റെ ജീവിതത്തിലെല്ലാം സ്റ്റേബിളായി, ഞാൻ സെറ്റിലായി, ഇനി നമുക്ക് മാരേജിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് സഡൻ ആയിട്ട് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്, മാരേജിന് മുമ്പ് എനിക്ക് വെൽ സെറ്റിൽഡ് ആവണം, ഒരു നല്ല ജോലി സ്വന്തമാക്കണം. അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ സഡൻ ആയിട്ട് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, ഇവർ സെറ്റിലായി, ഇനി മാരേജിനെ കുറിച്ച് ചിന്തിക്കാമെന്ന്. നെക്സ്റ്റ്, ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ ഫാമിലി കാരണമോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി കാരണമോ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫാമിലി കാരണം നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച് ഇവർക്കിപ്പോൾ ഒരു പശ്ചാത്താപം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒരു റിയലൈസേഷൻ ഉണ്ടായി ഇവർക്ക്, ഇവർ ചെയ്ത് തെറ്റാണ് എന്നുള്ള. അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരേണ്ട ആ ഒരു സമയം, അപ്പോൾ ഇവർ നിങ്ങളെ വിട്ടു പോയി. ആ ഒരു തെറ്റ് ഇവർക്ക് മനസ്സിലായി, ഞാൻ എത്രത്തോളം കൂടെ നിൽക്കേണ്ട സമയമാണോ, അപ്പോൾ ഞാൻ അവരെ വിട്ടു പോയല്ലോ, ഇനി ഞാൻ അവരെ എങ്ങനെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരും എൻ്റെ ജീവിതത്തിലേക്ക് എന്നുള്ള പശ്ചാത്താപത്തിലാണ് അവർ. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ, വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കോളോ മെസ്സേജോ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളോടും പറയുന്നത് ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ, ആ ഒരു വൈബ്രേഷനിൽ ഇരിക്കാനാണ്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കറണ്ട് എനർജി. ഈ മെസ്സേജ് എന്താണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ്, ഭഗവാനോട് നിങ്ങളെ വേണമെന്ന് ഇവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പ്രാർത്ഥന ഇവിടെ സഫലമാവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് നിങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഫസ്റ്റ് മെസ്സേജ്.
നിങ്ങളാണ് ഇവർ ഭഗവാനോട് ചോദിച്ചത് എങ്കിൽ ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മെസ്സേജ് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ്. ആരാണോ ഭഗവാനോടും ഒരാൾ മറ്റൊരാളെ ചോദിച്ചത് അത് ആ വിഷ് പൂർണ്ണമാകാൻ പോവുകയാണ്. നെക്സ്റ്റ് മെസ്സേജ്, ഇവർ എന്തോ ഒരു വിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ. അതായത് ഒന്നുകിൽ ഇവരുടെ ബർത്ത്ഡേയോ നിങ്ങളുടെ ബർത്ത്ഡേയോ ആണോ, വെഡിങ് ആനിവേഴ്സറിയോ എന്തായാലും ഇവർ വിഷ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ. ഇല്ല എങ്കിൽ ഏതെങ്കിലും സെലിബ്രേഷൻ ത്രൂ ഇവർ നിങ്ങളെ കാണാം എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം, സംസാരിക്കാം അപ്പോൾ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ സെലിബ്രേഷൻ നടക്കുന്ന അടുത്ത് വെച്ച് കാണാമെന്നാണ് പറയുന്നത്. ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സംശയിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരെ ചതിച്ചിട്ടുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് ഇവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതാലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നിങ്ങളുടെ ആ ഒരു ചതിയാണ്. ഒന്നുകിൽ നിങ്ങൾ അവരെ ചതിച്ചില്ല എങ്കിൽ ആരെങ്കിലും ഇവരെ ഓരോന്ന് പറഞ്ഞ് സംശയിപ്പിച്ച് ഇവർ സംശയിക്കുന്നതാണ്. ഇവിടെ എന്തായാലും ഇവർ നിങ്ങളുടെ ചതി ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് എന്നെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇവർക്ക് സംശയമുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളോട് ഇവർ പറഞ്ഞിട്ടുണ്ടാകും ആ വ്യക്തിയുമായിട്ട് സംസാരിക്കരുത്, അവരുമായിട്ട് അകലം പാലിക്കണമെന്ന്. പക്ഷേ നിങ്ങൾ ഇവരുടെ വാക്കുകൾ കേൾക്കാതെ ആ ഒരു ഫ്രണ്ടുമായിട്ട് ഇപ്പോഴും ബന്ധം വയ്ക്കുന്നു. അതൊക്കെ ആയിരിക്കാം ഇവരുടെ സംശയത്തിന് കാരണം. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് മെസ്സേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തോ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ്. അപ്പോൾ ഇവർ മെസ്സേജിലൂടെ നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്മേലെയാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൽ പല കുറവുകളും ഉണ്ട്, പല നെഗറ്റിവിറ്റിയും ഉണ്ട്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് ഇവർ മെസ്സേജിലൂടെ പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ റൊമാൻറ്റിക്കലി ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പെട്ടെന്ന് നിങ്ങളെ ഡേറ്റിങ്ങിന് കൊണ്ടുപോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് എന്തോ ഗിഫ്റ്റ് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മെസ്സേജ് ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 5 hours തൊട്ട് 23 hours വരെയാണ്. ഈ ഒരു അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.